ഇന്ത്യക്കാരന് ഷോപ്പുകൾ തുറക്കുന്നില്ല, കച്ചവടമൊക്കെ ഇന്ത്യൻ ഒറിജിൻ. അതായത് ബംഗാളികൾ പേടിച്ചിട്ട് ഭയന്നിട്ട്. നേരത്തെ ഇന്ത്യക്കാരെ അവിടെ അറ്റാക്ക് ചെയ്ത സമയത്ത് ഞാൻ വീഡിയോ ചെയ്തു. അവിടെയുള്ള ബംഗ്ലാദേശി ഹിന്ദുക്കളുമായിട്ട് സംസാരിച്ച്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കണം, ശരിക്കും അറിയുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത്. ഇന്ത്യക്കെതിരെയാണ്, പ്രത്യേകിച്ച് മോദിക്കെതിരെയാണ്. എന്തിനാണ് മോദിയുടെ കട്ടൗട്ടും ഇതൊക്കെ വളരെ മോശമായിട്ട് ഡ്രഗ് ക്രിമിനൽ പോലെ ആക്കിയിട്ട് ഢാക്ക ക്യാമ്പസുകളിൽ, അതായത് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ സ്ത്രീകളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും എല്ലാം കൂടി ഒരുമിച്ച് ഇന്ത്യയെ പുറത്താക്കാൻ. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും രാജ്യത്ത് അടുത്ത കാലത്തോ അല്ലെങ്കിൽ 10, 30, 40 വർഷം കേട്ടിട്ടുണ്ടോ? അതാണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്. ഒരു കാര്യം പറയാം, പാകിസ്ഥാൻ ഇസ്ലാമാബാദാണ് ക്യാപിറ്റൽ. ഇന്ത്യൻ എംബസി അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇതേപോലെ ഇന്ത്യൻ എംബസിയുടെ അടുത്ത് വരെ പോയിട്ട് ഇതേപോലെ മാസീവായിട്ട് പ്രകടനം നടത്തിയിട്ട് പ്രശ്നമുണ്ടാക്കിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും ആ ഗവൺമെൻറ് പട്ടാളക എന്തുവാണെങ്കിലും അതിനെടുത്ത് ദൂരെ കളയും. കാരണം അത് ഒരു മിഷൻ, ഇന്ത്യയുടെ മിഷനാണ്. അത് ഗ്ലോബലായിട്ട് അറ്റൻഷൻ കിട്ടുന്നൊരു സംഭവമാണ്. ഈ ബംഗ്ലാദേശി പീറ രാജ്യക്കാർക്ക് ഇന്ത്യക്കാരെ അവിടുന്ന് പുറത്താക്കണം, ഇന്ത്യൻ എംബസി അടക്കണം എന്ന് പറയാൻ ധൈര്യം എവിടുന്നാ കിട്ടിയത്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി എവിടുന്നാണ് ധൈര്യം കിട്ടിയത്? ആരാ ഈ ധൈര്യം അവർക്ക് കൊടുത്തത്? എവിടെയാണ് ഫ്ലോപ്പായത്? പെട്ടെന്ന് ഇന്ത്യൻ ചാനലിലെല്ലാം ഇന്ന് ഡിസ്കഷനാണ്. പല ചാനലുകാരും പറഞ്ഞു വളരെ മോശമായ സിറ്റുവേഷൻ. നേരത്തെ അത് പറഞ്ഞിട്ടില്ല, ഇപ്പം പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയുവാണിത് മോശമാവുകയാണ് സിറ്റുവേഷൻ. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവമാണ്. ഇന്ത്യയുടെ ബോർഡറാണ്. ഇന്ത്യയുടെ ബോർഡറിൽ അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരുണ്ടാക്കിയെടുത്ത സംഭവമുണ്ട്. എങ്ങനെയാണ് പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ അവിടുത്തെ പട്ടാളവും അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ വിദേശകാര്യം എത്ര പ്രാവശ്യമാണ് അവിടെ പോയി? 23, 24 പ്രാവശ്യമാണ് പോയത്. അവരുണ്ടാക്കിയെടുത്താണ് ഇന്ത്യൻ എംബസിക്കെതിരെ അതേപോലെ ഒരു മാർച്ച്. ബഹളം ഉണ്ടാകുന്നു. ആരാണ് ഉത്തരവാദി? ഉറപ്പായിട്ടും നമ്മളത് മോണിറ്റർ ചെയ്തില്ല. ഭയങ്കര വിദേശകാര്യ പറയുന്നത്. ഇതാണ് ബ്ലണ്ടർ എന്ന് പറയുന്നത്.